കഴിഞ്ഞ ദിവസം അത്യന്തം കലാപകലുഷിതമായ ബലൂചിസ്ഥാനിലൊരു യോഗം നടക്കുകയുണ്ടായി. ബലൂച്ച് രാജ് ആവോജ് സംഘറി എന്നാണ് ആ സംഘടനയുടെ സംയുക്ത സംഘടനയുടെ പേര്. BRAS എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്തത് ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ബലൂച്ച് റിപ്പബ്ലിക് ഗാർഡ്, സിന്ധി ലിബറേഷൻ ഓർഗനൈസേഷൻ, സിന്ധുദേശ് റവല്യൂഷണറി ആർമി തുടങ്ങിയ സംഘടനകളാണ്. ഈ സംഘടനകളൊക്കെ പാക് സർക്കാരിനെതിരെയും ഒപ്പം ചൈനയുടെ ഈ പദ്ധതികൾക്കെതിരെയുമൊക്കെ പോരാടുന്ന സായുധ ഗ്രൂപ്പുകളാണ്. ഇവരിപ്പോൾ ഒരു കുടക്കീഴിൽ ഒന്നിച്ച് അണിനിരക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് അവരുടെ ഒരു സംയുക്ത യോഗമാണ് നടന്നത്. ഈ യോഗത്തിൽ പാക് സൈന്യത്തിനെതിരെ ആക്രമണം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുത്തതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഇതുവരെ ഈ സംഘടന ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നു പാക് സൈന്യത്തോടും ഒക്കെ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ സംയുക്തമായി നീങ്ങാൻ, ഒരു വലിയ സൈന്യം പോലെ തന്നെ നീങ്ങാൻ, ബലൂചിസ്ഥാൻ മോചിപ്പിക്കുക എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി നീങ്ങാൻ ഇവർക്ക് പിന്തുണയുമായി ഇപ്പോൾ താലിബാൻ കൂടി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെയെങ്കിൽ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുന്ന കാലം അത്ര വിദൂരമല്ല എന്ന് ഇപ്പോൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും വലിയൊരു ആക്രമണത്തിന്, വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്ക് നിലവിൽ പാകിസ്ഥാൻ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബലൂചിസ്ഥാനിൽ നിരന്തരം സംഘർഷമാണ്. നമുക്കറിയാം, ഈ പുണ്യ ദിനങ്ങളിൽ പോലും നിരന്തരം ബോംബ് സ്ഫോടനങ്ങളും ചാവേർ ആക്രമണങ്ങളും കൊണ്ട് കലാപകലുഷിതമായ ബലൂചിസ്ഥാനിൽ ഈ സംയുക്തമായ ഈ സായുധ ഗ്രൂപ്പുകളുടെ തീരുമാനം പാകിസ്ഥാനെ വലിയ രീതിയിൽ തന്നെ പിടിച്ചുലയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ധരും കരുതുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.